ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അതൃപ്തി പരസ്യമാക്കി ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. പത്തനംതിട്ടയിൽ താൻ മത്സരിക്കുക എന്നത് പ്രവർത്തകരുടെ ആവശ്യമായിരുന്നു. ബിഷപ്പുമാരും എൻ.എസ്.എസും പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിൽ പാരമ്പര്യമില്ലാത്ത ആളാണ് അനിൽ ആൻ്റണി. താഴേക്കിടയിലുള്ള പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി വേണമായിരുന്നു തീരുമാനമെടുക്കേണ്ടതെന്നും പി.സി. ജോർജ് 24-നോട് പറഞ്ഞു. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. നമ്മോടൊപ്പം ചേരുന്നത് ബി.ജെ.പിയിലെത്തിയ മുൻ ജനപക്ഷ നേതാവും മുൻ പൂഞ്ഞാർ എം.എൽ.എ ഒക്കെ ആയ പി.സി. ജോർജാണ്. ശ്രീ പി.സി., അങ്ങയുടെ പേര് പ്രതീക്ഷിച്ചിരുന്നു, പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നില്ല. ആര് പ്രതീക്ഷിച്ചിരുന്നു? അല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു. അത് ശരിയായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുക, ഞാൻ ചോദിക്കുക, ഞാൻ പത്തനംതിട്ട സീറ്റ് വേണമെന്ന് ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. ബിഷപ്പുമാരടക്കം വലിയൊരു വിഭാഗം ആളുകൾ സ്വാഭാവികമായിട്ട് അങ്ങേക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിനെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ബിഷപ്പ് ഒരു വലിയ എന്നൊരു ആലോചനയിൽ പി.സി. ജോർജിനെ ജയിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. എൻ്റെ അറിവ് ഇതൊക്കെ. ഇത് മാത്രമല്ല, ഈ ബി.ജെ.പി. ആണ് പി.സി. ജോർജിനോട് ഇപ്പം നിൽക്കുന്നത് എന്നതുകൊണ്ട് മറ്റ് നിയോജകമണ്ഡലങ്ങളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അത് കത്തോലിക്കൻ മാത്രമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബി.ജെ.പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. ഞാൻ നന്ദിയും പറഞ്ഞു. അനിൽ ആൻ്റണി എന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇന്നലെ അങ്ങ് പറഞ്ഞത് യുവാവാണ്, പക്ഷേ പരിചയപ്പെടുത്തണം മണ്ഡലത്തിന്, അത്ര പരിചയമില്ലാത്ത ആളാണ്. ആ നിലപാടിൽ ഉറച്ചു വെക്കുന്നുണ്ട്. അത് സത്യം പറയണ്ടേ, ഞാൻ സത്യം പറഞ്ഞ് പഠിച്ചവനാണ്. എൻ്റെ ചെറുപ്പം മുതൽ സത്യമേ പറയാറുള്ളൂ. അനിൽ ആൻ്റണി പത്തനംതിട്ട ഏതാന്ന് പോലും അറിയത്തില്ലാത്ത ആളാണ്. പുള്ളിക്ക് പാർട്ടി തീരുമാനിച്ചു, അനിൽ ആൻ്റണി സ്ഥാനാർത്ഥിയായി. എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. അങ്ങനെ ഒരു പയ്യനല്ലേ, കുറ്റം പറഞ്ഞു. രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലല്ലോ. ഈ എന്നാ മീഡിയ സെല്ലിൻ്റെ ആളുടെ മറ്റു നിന്നിരുന്ന ആളാണ്. പക്ഷേ ബി.ജെ.പി. ചേർന്ന് ബി.ജെ.പി. ചേർന്ന് ആന്റണിയുടെ മകൻ എന്നതിൽ അയാളിപ്പോൾ എൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുക. അങ്ങർക്ക് പത്തനംതിട്ട എല്ലാവരും അറിയണമെന്ന് പറഞ്ഞാൽ ആരെയും അറിയാൻ സാധ്യതയില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചർച്ചകൾ ദേശീയ നേതൃത്വം കൃത്യമായ രീതിയിൽ താഴെക്കെട്ടിലേക്ക് കൂടി ഇവിടുത്തെ പ്രവർത്തകരുടെ വികാരം കൂടി ഉൾക്കൊണ്ട് വേണം നടത്താമെന്നുള്ളതാണ്. അത് ചെയ്യണം എന്നുള്ള എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തകർ നിർജ്ജീവമായി പോകും. അതായത് ഞാനൊരഭിപ്രായം എന്നതിനും 100% ബോധ്യത്തോടുകൂടി ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്യാതെ പോയാൽ സ്വാഭാവികമായി എനിക്ക് മനസ്സിൽ തെറ്റിനോടൊപ്പം നിൽക്കും തോന്നലുണ്ടാവും. അത് വലിയ അപകടമാണ് പാർട്ടിക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും. അത് ബി.ജെ.പിക്ക് മാത്രമല്ലെന്ന്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ബാധകമായിട്ടൊരു കാര്യമാണ്. ശ്രദ്ധിക്കണം. നിലപാട് തുറന്നു പറഞ്ഞു, പക്ഷേ ചിലത് പറയാൻ ബാക്കി വെച്ചിട്ടുമുണ്ട് പി.സി. ജോർജ്. ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ 24.